Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ? Yes, ma'am. Yes, ma'am. ആളായിരുന്നില്ല. ഇത് ജോയിൻ ചെയ്യാൻ 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ആരും വരില്ല തോന്നുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 31 പേരുണ്ടായുള്ളോ? ഏകദേശം അത്രയൊക്കെ തന്നെ ഉള്ളൂ മാം. ആണല്ലേ, ഓക്കെ. എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷം? നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റണുണ്ടാ? ഓഹോ മാം, ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ എടുക്കണ ക്ലാസ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മാം. എക്സാം മറ്റേ അവര് മോക്ക് ടെസ്റ്റ് ഉള്ളത് ഇവിടെ ഓഫീസിലാണ് അവർ എടുക്കുന്നത്. നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞത് എന്തോരം ഉണ്ടെന്നുള്ളത് നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. ഇത്രയും ഇന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി എക്സാം ഒക്കെ അവിടെ ഇടുന്നത്. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ മെയിൻ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ മറ്റേ നമ്മുടെ ഈ പ്രിന്റ് എടുത്തതിന്ന് ആണ് വരുന്നത്, അതോ മോക്ക് ടെസ്റ്റിലുള്ളത് തന്നെയായിരിക്കും വരുന്നത്? ചിലതൊക്കെ മോക്ക് ടെസ്റ്റിൽ വരും, ചിലത് വേറെ. അതിനൊക്കെ നമുക്ക് അവർ കറക്റ്റ് അറിയില്ല, പക്ഷെ മോക്ക് ടെസ്റ്റിൽ നിന്ന് അവരിടും. മിക്കതും മോക്ക് ടെസ്റ്റിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ എക്സാം, ഇപ്പൊ കഴിഞ്ഞൊരു എക്സാം വിട്ടല്ലോ, അതിന്ന് വരുമോ ക്വസ്റ്റ്യൻസ്? ഇല്ല, അത് മൊഡ്യൂൾ 1 ഉം 2 അല്ലേ കഴിഞ്ഞത്? അല്ല, മെയിൻ എക്സാം എന്ന് പറയുമ്പോ എല്ലാം ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്ന് ക്വസ്റ്റ്യൻസ് വരുമോ? അങ്ങനെ വരില്ല, അതിന് കുറച്ച് വരും. എന്നാലും നിങ്ങൾ നോക്കിക്കോ. ഞാൻ നിങ്ങൾക്ക് അതിന്റെ എക്സാം വരെ അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ ഓഫീസിലെ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ കാര്യമൊന്നും നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നാണ് മെയിൻ ആയിട്ട്. നമ്മൾക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, വരാൻ സാധ്യത ഉള്ളത് ഏതൊക്കെയാണ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും ക്വസ്റ്റ്യൻസ് ഉള്ളത് വേറെ ആൾക്കാരാണ്. നമ്മൾക്ക് അങ്ങോട്ട് അവരായിട്ട് ഒരു ഇതില്ല, കണക്ഷൻ ഇല്ല അവരായിട്ട്. ഞാൻ അതൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, മതിയില്ലേ? ഓക്കെ മാം. പക്ഷെ ഉണ്ടല്ല, കഴിഞ്ഞ എക്സാമിന് കുറച്ച് ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോ ഇടക്ക് ഇങ്ങനെ സൗണ്ടുകൾ ഉണ്ടായിരുന്നു. അവര് ഒരു സബ്മിറ്റ് ചെയ്ത് ഇങ്ങനെ പറയുമ്പോ നമുക്കൊരു എക്സാം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞു വന്ന എക്സാം അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇല്ല, അത് ഇവിടെ പരിഹരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ബുദ്ധിമുട്ട് അതിനെന്തോ ഒരു പുതിയ സൊല്യൂഷൻ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാവരോടും എക്സാം കഴിഞ്ഞെന്ന് പറയുമ്പോ മ്യൂട്ട് ആക്കണം ഒരുപാട് പേര്. എല്ലാവരും ഒരുമിച്ച് മ്യൂട്ട് ചെയ്യും, ഇതാവും അൺമ്യൂട്ട് ആവും. അപ്പൊ ഇത് അൺമ്യൂട്ട് ആയി കഴിയുമ്പോൾ എല്ലാവരും സബ്മിറ്റ് ചെയ്തെന്ന് പറയുമ്പോ ഒരു ഡിസ്റ്റൻസ് ഭയങ്കര ഒരു സൗണ്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പ്രശ്നം വന്നത്. ഈ പ്രാവശ്യം അതെന്തോ ഇവര് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അതിവിടെ ഒരുപാട് പേര് പ്രശ്നം വിളിച്ച് പറഞ്ഞായിരുന്നു ഓഫീസിലേക്ക്. കുഴപ്പമില്ല, അത് ശരിയായിക്കോളൂ കേട്ടോ. ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇനി എന്നാ എക്സാം? എക്സാം എന്നാന്ന് പറഞ്ഞിട്ടില്ല. ഇനി 2 മാസം കഴിയും. ജനുവരി ഒക്കെ ആവും പറഞ്ഞു. ജനുവരി ഒക്കെ ആവുമ്പോ എക്സാം ഉണ്ടാവും പറഞ്ഞു. നിങ്ങൾ ഏത് ബാച്ചാണ് ജോയിൻ ചെയ്തതെന്നാ? ജൂണിലാണ് ജോയിൻ ചെയ്തത്. തോന്നുന്നു ക്ലാസ് തുടങ്ങി. ഓക്കെ, ജൂണിലാണല്ലേ? ഓക്കെ, നമുക്കെന്നാ ക്ലാസ് തുടങ്ങാം. വേറെ ഒന്നുമില്ലല്ലോ ഇനി ചോദിക്കാൻ? എന്തെങ്കിലും ഉണ്ടാ? എന്തെങ്കിലും സാവധാനം സംസാരിച്ചൊക്കെ ക്ലാസ് തുടങ്ങിയാൽ മതി. ഒരു തീർത്ഥങ്ങട് പോണ്ട. എന്തെങ്കിലും സംസാരിക്കാനൊന്നും ഇല്ലല്ലോ? കഴിഞ്ഞില്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ മാം, തുടങ്ങിക്കോളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് എടുത്തത്.
ട്രാൻസ്ഫർ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഇല്ലേ? PDF-ന്റെ നോട്ട് എല്ലാവരുടെ കയ്യിലും ഇല്ലേ? ആർക്കെങ്കിലും ഇപ്പൊ ബുക്ക് ഇല്ലാത്തതാ, PDF ഇല്ലാത്തതെങ്കിലും ഉണ്ടാ? എല്ലായിടത്തും ഉണ്ടാവും മാം. ഇത് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളതാ. ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. അപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ നിങ്ങളുടെ 12 ആയിരിക്കും കിടക്കണത് അല്ലേ? ഓക്കെ, അതെ 12 ആണ്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അതിന്റെ നമ്മൾ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു, ഡെഫിനിഷനും കഴിഞ്ഞു. ഡെഫിനിഷൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മാം. പർപ്പസ് എടുത്തു. പർപ്പസ് കൊടുത്തു. അപ്പൊ അതും കഴിഞ്ഞു. നമ്മുടെ ഡെഫിനിഷനും കഴിഞ്ഞു, പർപ്പസും കഴിഞ്ഞു. അതില് വേറെ നിങ്ങൾ വായിച്ചൊക്കെ നോക്കി മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റിയില്ലേ? അതില് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ല? ഡൗട്ട്സാ, സംശയങ്ങളൊന്നും ഇല്ലല്ലോ? പർപ്പസിലും ഡെഫിനിഷനൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ്, നമ്മളിപ്പോ ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ് ആണ് പറയണത്. അതിന്റെ ടൈപ്സ് ആണ് പറയണത്. 2 ടൈപ്സിലാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഉള്ളത്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഉള്ളത് 2 ടൈപ്സില്. ഫസ്റ്റ് വൺ എന്താ? ഇന്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നമുക്ക് അതിൽ തന്നെ അറിയാം. ഇന്റേണൽ എന്ന് പറയുമ്പോ എന്താ? ഉള്ളില്. നമ്മൾ ഇന്റർ പഠിച്ചു, ഇൻട്രാ പഠിച്ചു. ഇന്റർ, ഇൻട്രാ. അപ്പൊ ഇന്റർ എന്ന് വെച്ചാല് ഇന്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താ? ആ ഹോസ്പിറ്റലിനുള്ളില് അതിൽ തന്നെ നമ്മൾ ഒരു വാക്ക് പഠിക്കുമ്പോ അതിൽ തന്നെ പോയിന്റ് കണ്ടെത്താം. നമ്മൾ അങ്ങനെ കണക്ഷൻ നമ്മളല്ലാതെ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ബൈഹാർട്ട് നമുക്ക് മനസ്സിലാക്കാന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കുക അല്ലാണ്ട് നമ്മൾ ഇത് ബൈഹാർട്ട് പഠിച്ച് നമ്മൾ essay ക്വസ്റ്റ്യൻസ് എഴുതി നമ്മൾ ഫുള്ള് വരെ ഒരു പാരാഗ്രാഫ് ഇങ്ങനെ കാണാണ്ട് പഠിച്ച് എഴുതിയിട്ടൊന്നും ഒരു ഇതില്ല. നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി എടുക്കുക. അതാണ് ഇന്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യണത്. 2 തരത്തിൽ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഈസ് 2 ടൈപ്സ്. എത്ര ടൈപ്സ്? 2 ടൈപ്പ്. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താ? To transfer the patients in a unit that provides special care or care suited to his requirements. Example, from general ward to ICU. എന്താ പറഞ്ഞേ? നമ്മൾ ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യണം പേഷ്യന്റിനെ. ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള പേഷ്യന്റിനെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. To transfer the patient in a unit. ആ ഹോസ്പിറ്റലിലുള്ള പേഷ്യന്റിനെ അതേ യൂണിറ്റിലോട്ട്, വേറെ യൂണിറ്റിലോട്ടല്ല. ഇപ്പൊ ഈ വാർഡിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ 2ാമത്തെ നിലയിലെ വാർഡിലോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അപ്പുറത്തെ യൂണിറ്റിലോട്ട് കൊണ്ടുപോകണം. ഒരേ ഫെസിലിറ്റി, സെയിം ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ, പക്ഷെ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വാർഡ് വ്യത്യാസമുണ്ട്. എ യൂണിറ്റിൽ നിന്ന് വേറെ യൂണിറ്റിലോട്ടാ കൊണ്ടുപോണേ, ബി യൂണിറ്റിലോട്ട് എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ പ്രൊവൈഡ് എന്ത് കിട്ടും? അവർക്ക് എന്ത് കിട്ടും? സ്പെഷ്യൽ കെയർ കിട്ടും. നമ്മൾ എന്തിനാ പേഷ്യന്റിനെ അങ്ങനെ കൊണ്ടുപോണേ? നമുക്ക് വല്ല ഈ പേഷ്യന്റിനെ ഇവിടെ കിടത്തിയാ പോലെ, പിന്നെ എന്തിനാ നമ്മൾ വേറെ വാർഡിലോട്ട് കൊണ്ടുപോണേ? സ്പെഷ്യൽ കെയർ കിട്ടാൻ. എന്തിനാ? ടു പ്രൊവൈഡ് സ്പെഷ്യൽ കെയർ. പിന്നെന്താ പറഞ്ഞേ? കെയർ സ്യൂട്ടഡ് ടു ഹിസ് റിക്വയർമെന്റ്സ്. എന്താ പറഞ്ഞേ? അതെന്താ? നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകും, ആ പേഷ്യന്റിന് പ്രത്യേക പരിചരണം നൽകണ യൂണിറ്റിലോട്ടാണ്. ആന്തരിക കൈമാറ്റം എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയണത്. ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ മലയാളത്തിൽ പറയണത് എന്താ? ആന്തരിക കൈമാറ്റം. എന്താ വെച്ചാല് ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ. അപ്പൊ പേഷ്യന്റിന്റെ രോഗിയുടെ അവന്റെ ആവശ്യങ്ങൾക്ക്, അവന്റെ ഇഷ്ടത, അവന്റെ റിക്വയർമെന്റ്സ് പ്രകാരമാണ്, അവന്റെ ആവശ്യപ്രകാരം നമ്മൾ പേഷ്യന്റിനെ നമ്മൾ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. പിന്നെന്താ? അങ്ങനെ കൊണ്ടുപോണതിന്റെ ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ജനറൽ വാർഡ് ടു ICU. ജനറൽ വാർഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റ്, അതിന് നമ്മൾ ICUലോട്ട് കൊണ്ടുപോകണം. അപ്പൊ നമുക്കൊരു സ്പെഷ്യൽ കെയർ ICUല് കിട്ടുമെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പൊ നമ്മൾക്കറിയാം, സാധാരണ ഒരു ജനറൽ വാർഡിൽ കിടക്കുന്ന പേഷ്യന്റിനെ കാണാൻ നഴ്സുമാരൊക്കെ വരും. എപ്പോഴും വരുമോ? വരില്ല. രാവിലെ വരും. അവർ വെളുപ്പിന് വന്ന് നമ്മളെ അടുത്ത് വന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ, ബ്ലഡ് ഒക്കെ എടുത്തുകൊണ്ട് പോയി പ്രഷർ നോക്കി, BP നോക്കിയിട്ട് അവരെന്ത് ചെയ്യും? അവര് പോവും. പിന്നെ അവർ വന്നത് എന്തെന്നാ? ഉച്ചക്ക് നമുക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ ഉണ്ടെങ്കിൽ പിന്നെ ഉച്ചക്ക് വരും. അതൊന്നും ഇല്ലെങ്കിലോ
അപ്പൊ ഉച്ചയ്ക്കും വരല് കഴിഞ്ഞു. വൈകുന്നേരം ആവുമ്പോ എന്തായാലും വരും. രാത്രി ആവുമ്പോ വേറെ നഴ്സുമാര്, ഈ പകലത്തെ ഡ്യൂട്ടി നഴ്സുമാര് ഡ്യൂട്ടിയും കഴിഞ്ഞ് പോകും. പിന്നെ നൈറ്റ് പുതിയ നഴ്സുമാര് ഡ്യൂട്ടി എടുക്കുമ്പോ അവര് വരും. അവരെങ്ങനെ തന്നെ ഒരു വലിയ വണ്ടിയായിട്ട് തള്ളി 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 നമ്മുടെ റൂമിന്റെ മുമ്പിലെത്തും. നമുക്കുള്ള മരുന്ന്, ഗുളിക, ഇഞ്ചക്ഷൻ ഒക്കെ തന്നിട്ട് പറയും ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കും. എന്നിട്ട് പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗുളിക എടുത്ത് കഴിക്കണം, എന്നിട്ട് കിടന്നോളാൻ പറഞ്ഞ് അവര് പോകും. പിന്നെ അപ്പോഴാണ് നമ്മൾ അവരെ കാണുന്നേ, പിറ്റേ ദിവസം രാവിലെ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വരും. അങ്ങനെയാണ് ജനറൽ വാർഡില് പോണത്. പക്ഷെ ഐസിയുൽ എങ്ങനെ ആയിരിക്കും? ആ ഒരു പേഷ്യന്റ് വന്ന ആ പേഷ്യന്റിന് 5 മിനിറ്റ് ഇടവിട്ട് പൾസ്, റെസ്പിറേഷൻ അങ്ങനത്തെ എല്ലാം കറക്റ്റ് നോക്കി അവർ സ്റ്റാർട്ട് ചെയ്തിടും. ഐസിയുൽ അങ്ങനെ ഒരു സ്പെഷ്യൽ കെയർ ഉണ്ടാവില്ലേ ഐസിയുല്? അപ്പൊ അങ്ങനെ പേഷ്യന്റിനെ നമ്മളപ്പോ അതാണ് പറഞ്ഞത്, സെയിം ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലില്, പക്ഷെ കിടക്കണത് എവിടെ? ജനറൽ വാർഡില്. നമ്മൾ ഷിഫ്റ്റ് ആ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണത് എവിടക്കാ? ഐസിയുലോട്ട്. ട്രാൻസ്ഫർ ചെയ്യണത് എവിടക്കാ? ഐസിയുലോട്ട്. ഞാനൊരു എക്സാമ്പിളാ പറഞ്ഞത്. അതാണ് എന്ത് ഒന്നാമത്തെ ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റിന്റെ ഒന്നാമത്തെ ടൈപ്പ്, ഇന്റേണൽ ട്രാൻസ്ഫർ. ഒന്നുകൂടി പറയാ, എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് വെച്ചാ? ടു ട്രാൻസ്ഫർ ദ പേഷ്യൻസ് എ യൂണിറ്റ് that provide special care suited to his requirements from general ward to ICU. ഐസിയുവിൽ നിന്ന് ജനറൽ വാർഡിലോട്ട്, ജനറൽ വാർഡിൽ നിന്ന് ഐസിയുലോട്ട്. അങ്ങനെ നമ്മൾ പേഷ്യന്റിന് സ്പെഷ്യൽ കെയർ കൊടുക്കാൻ വേണ്ടി പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഇന്റേണൽ ട്രാൻസ്ഫർ. ഓക്കെ ആണോ? ഇന്റേണൽ ട്രാൻസ്ഫർ കിട്ടിയ കിട്ടി. നീഹ റോസിന് കിട്ടി, ബാക്കി ആർക്കും കിട്ടിയില്ല. എല്ലാവരും ഉറങ്ങിയാണ് തോന്നുന്നുണ്ട്. ഉറങ്ങിയാണ് എല്ലാവരും? ഉറങ്ങിയിരുന്നോ? അല്ല, ആരും ഉറങ്ങണില്ല. എന്നാ പിന്നെ നിങ്ങൾ മെസ്സേജ് ഇട്. എനിക്ക് നിങ്ങളെ കാണില്ല. ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു എനിക്കും ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, നിങ്ങൾ ചുമ്മാ കേട്ടാ മതി. നമ്മൾ ഇങ്ങനെ കേൾക്കണതും റെക്കോർഡ് ക്ലാസ് കേൾക്കണതും രണ്ടും വ്യത്യാസമുണ്ട്. റെക്കോർഡ് ക്ലാസ് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോ നിങ്ങൾക്ക് പറഞ്ഞെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കൂടി പറഞ്ഞാന്ന് പറയാൻ പറ്റും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ എത്ര നേരമായി പഠിക്കുന്നത്. നിങ്ങക്ക് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു? ഈ നേരത്തെ ഉറക്കം വരും, അത് ശരിയാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാന് ഉറക്കം കണ്ണിങ്ങനെ അടഞ്ഞു പോകുമ്പോഴും തുറക്കുകയാണ്. പിന്നെ ഇത് റെക്കോർഡല്ലേ, ക്യാമറ ഓണാക്കിയിരിക്കണം, എല്ലാവരും കാണില്ലേന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്കെല്ലാം ഉറക്കം വരികയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന് മുമ്പ് എന്തായിരുന്നു ക്ലാസ്? ഒന്നരക്ക് ഏതായിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടിന്യൂ ആയിട്ട് ഉച്ചയ്ക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ഈ കേട്ടത് ഇങ്ങനെ കേട്ട് അല്ലേ? അതെ, ഒരു മടുപ്പ് വരും. അഥവാ കിടന്നിട്ടാണ് നമ്മള് കാണുന്നുണ്ടെങ്കിൽ മയങ്ങിയത് തന്നെ, ഉറങ്ങിപ്പോയി, എപ്പോഴോ ഉറങ്ങിപ്പോയി. പിന്നെ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഉറങ്ങാതെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഉറക്കൊക്കെ വരുമ്പോ ഇടക്കിടക്ക് നിങ്ങൾ കിടന്ന് കണ്ടാൽ ഉറങ്ങും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാം. കിടക്ക് സംസാരിച്ച് ഉറക്കം പോകും. അപ്പൊ ഉറക്കം പോകും, എന്റെ ഉറക്കം പോകും, നിങ്ങളുടെ കണ്ടിന്യൂ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോ തന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടല്ലേ വരുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പൊ കേട്ടത് തന്നെ ആവുമ്പോ നമുക്കൊരു ചെറുതായിട്ടൊരു ചടപ്പ്, അത്രേ ഉള്ളൂ. അല്ല, മിസ്സിന്റെ ക്ലാസ് ബോറില്ല കേട്ടോ, അത് വേണം പറയാം. നല്ല ക്ലാസ് ആണ്, മനസ്സിലാകുന്നുണ്ട്, സ്ലോവില് പോകുന്നുണ്ട്, എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് മിസ് മുന്നോട്ട് പോണത്. അതിന് ബിഗ് താങ്ക്സ്. ഓക്കെ, താങ്ക് യു. പക്ഷെ നമ്മള് സ്പീഡിൽ പോണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പരാതി വന്നിരുന്നു.
സ്പീഡ് ഉണ്ട് അപ്പൊ ഞാനിപ്പോ കാരണം സ്പീഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവാണ്. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാവുന്ന രൂപത്തിലാവുമ്പോ നമ്മൾ ഇനി ഇത് വായിച്ചിട്ടില്ലെങ്കിൽ അത് മൈൻഡിൽ ഉണ്ട് മിസ് പറഞ്ഞത്. സ്പീഡിൽ പോകുമ്പോ നമുക്ക് അത് പിന്നെ പെട്ടെന്ന് നമ്മൾക്ക് കേറുന്നില്ല. എന്റെ ഒരു ഒപ്പീനിയൻ ആട്ടോ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഇങ്ങനെയൊന്നും അറിയില്ല. എന്റെ ഒരു സജഷൻ ആണ് അങ്ങനെ. അപ്പൊ ഒരുപാട് പേര് സ്പീഡിൽ പോകണമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു സ്പീഡിൽ എടുത്ത് പോയിട്ട കാര്യമില്ല, പതുക്കെ നിർത്തി പോവാ. നമ്മളെ ഓടിച്ചിങ്ങോട്ട് വിട്ടിട്ട് എന്താ എല്ലാ മിസ്സുമാരുടെ ക്ലാസ് നല്ല ക്ലാസ് ആണ്. എല്ലാ മിസ്സുമാരും നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് മിസ് മാത്രം ഇത്തിരി കുഴപ്പമില്ല, നല്ല വലിയ ഇതില്ല. മിസ്സിന്റെ മറ്റേ ആദ്യത്തെ മിസ് അല്ലേ? ഇംഗ്ലീഷ് മിസ്, അതെ. പേരെന്താന്ന് നമുക്കറിയില്ല. ബാക്കി എല്ലാം ഓക്കെയാണ്, സൂപ്പറാണ്. ഓക്കെ, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഇവിടെ എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. അതിനുള്ള അത്രയും നിങ്ങൾക്ക് പ്രിപ്പയർ ആക്കിയിട്ട് നിങ്ങൾ എക്സാം ഹോളിലോട്ട് വിടുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ എക്സാം എഴുതാൻ കറക്റ്റ് ആയിട്ട് ആ ടൈമിൽ എക്സാം അറ്റൻഡ് ചെയ്യണം. എക്സാം അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അങ്ങനെ വരരുത്. ഒരുപാട് പേര് ആ സമയത്ത് അവർക്ക് വീണ്ടും എക്സാമിന് ഒരു ടൈം കൊടുക്കും, എന്നിട്ടും അവരെ അറ്റൻഡ് ചെയ്യാണ്ട് ഒരുപാട് പേരുണ്ട്. അവർ ഇത്രയും ഫീസൊക്കെ കൊടുത്ത് ക്ലാസ് ഒക്കെ കണ്ടിട്ട് പിന്നെ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യണില്ല എന്ന് പറയുമ്പോഴേ അത് നമുക്കൊരു വിഷമമാണ്. അങ്ങനെ ഒരുപാട് പേര് പിന്നെ അവര് വിഷമിച്ച് പിന്നെയും വന്ന് അതൊരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് വേറെ വലിയ ടെൻഷനൊന്നും വേണ്ട, കുത്തിയിരുന്ന് പഠിക്കുക അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തരും. അത് വിട്ടൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പുറത്തുനിന്നൊന്നും വരില്ല, അത് 100% ഉറപ്പാണ്. അധികം മിസ്സായി മോട്ടസ്റ്റല്ലേ കൂടുതൽ വരുന്നത്, അത് കൂടുതൽ ശ്രദ്ധിക്കുക വേണ്ടത് അല്ലേ? എന്താണ് എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ ചോദിച്ചത് എന്താ? നമുക്ക് മോക്ക് ടെസ്റ്റുകളല്ലേ കൂടുതൽ തരുന്നത്, അതിൽ നിന്നുണ്ടായിട്ട് തന്നെയല്ലേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അത് കൂടുതലായിട്ട് അത് ശ്രദ്ധിക്കേണ്ടി വരൂലേന്ന്. ഓക്കെ, മോക്ക് ടെസ്റ്റിന്നും വരും. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിന്ന് വരും. പിന്നെ നമ്മൾ ഈ പാഠങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ലെസൺ തീർന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് തീർന്നാൽ ഇതിന് വേണ്ടി ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും, എന്നിട്ടാ നമ്മൾ പോകുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് നോട്ടൊക്കെ ഉണ്ടോ? നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് മാം, നോട്ട്ബുക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാത്തിലും നോട്ട്ബുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിലൊന്നും നിങ്ങൾ നോട്ടൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ? ഞാൻ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കും, പിന്നെ മോക്ക് ടെസ്റ്റും നോട്ടില് എഴുതി വെക്കും. അപ്പൊ നമുക്ക് വേഗം അറിയാലോ, അതിന് വേണ്ടിട്ട്. നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഒക്കെ തരും എക്സാമിന് മുമ്പേ. അപ്പൊ സ്റ്റഡി ലീവ് ഒക്കെ തരുമ്പോ നമ്മൾ ഒരു ദിവസമൊക്കെ കയറി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ലീവൊക്കെ കയറി നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരും. ക്വസ്റ്റ്യൻസിന് സാധ്യത ഉള്ളത്, മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവരും നമ്മൾ ഇവിടെ തരും. അപ്പൊ നിങ്ങൾ അതൊക്കെ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് പറയണതൊക്കെ നല്ലോണം അണ്ടർലൈൻ ചെയ്യണതൊക്കെ കറക്റ്റ് വായിച്ചു വെക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കുക, കറക്റ്റ് ഇടുക. കാരണം അതൊക്കെ പോയിന്റ്സുകൾ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എക്സാമിന് വരുമ്പോൾ അതൊക്കെ ഓർമ്മ ഉണ്ടാവണം നിങ്ങളുടെ മനസ്സിൽ. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ഒരുപാട് പേർക്ക് ചിലവർക്ക് ഒരു 10 പ്രാവശ്യം വായിച്ചാലായിരിക്കും ഒരു പ്രാവശ്യം അത് മനസ്സിലാവണം. അപ്പൊ അങ്ങനെയുള്ളവരും ഉണ്ട്. നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തണമല്ലോ, എല്ലാവർക്കും കിട്ടണം. അതാണ് നമ്മള്. ഓക്കെ, ഞാർക്കൊന്നുമില്ലല്ലോ. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ മാം. അപ്പൊ അങ്ങനെ നമ്മള് ഒരു ടൈപ്സ് പഠിച്ചു, ഇന്റേണൽ ട്രാൻസ്ഫർ. അത് ഓർക്കാം. ഇന്റേണൽ, ഉള്ളിലുള്ള ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ട്രാൻസ്ഫർ. അത് നമ്മൾ പറഞ്ഞത് എന്താ പറഞ്ഞേ? ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലോട്ട് മാറ്റണം. എന്തിനു വേണ്ടിയിട്ടാ മാറ്റണേ? സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടി. പിന്നെ അത് സ്യൂട്ടഡ് ടു ഹിസ് റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ അവരുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മൾ മാറുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല. പേഷ്യൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതുണ്ട്, ഐസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണത്. അതാണ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞത്. കെയർ സൂട്ടഡ് ടു ഹിസ് റിക്വയർമെന്റ്സ്. അതിന്റെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കണത് ജനറൽ വാർഡിൽ നിന്ന് ഐസിയിലോട്ട്. ഓക്കെ,
ഇനി എന്താ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താ? എക്സ്റ്റേണൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് നമ്മള് എക്സ്റ്റേണൽ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങനെ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണേ? ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട്. പക്ഷെ അതിന്റെ പർപ്പസ് എന്താ? സ്പെഷ്യൽ കെയർ. അപ്പൊ എല്ലാത്തിലും ഒരേ ഒരു പർപ്പസ് ഉള്ളൂ മെയിൻ ആയിട്ട്, സ്പെഷ്യൽ കെയർ ഇട്ടാൽ. അപ്പൊ ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും ഒരേ ഒരു പർപ്പസ് ഉള്ളൂ, അതാണ് സ്പെഷ്യൽ കെയർ. അപ്പൊ പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റ് എക്സ്റ്റേണൽ ആണെങ്കിൽ വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാ? സ്പെഷ്യൽ കെയർ കിട്ടാൻ. ടു പ്രൊവൈഡ് സ്പെഷ്യൽ കെയർ. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. എന്താ പറഞ്ഞേ? ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ എവിടക്കാ? സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലോട്ട്, സ്പെഷ്യലൈസ്ഡ് ആയ ഹോസ്പിറ്റലിലോട്ട്, അല്ലെങ്കിൽ ക്യാൻസർ സെന്ററിലോട്ട്. അവിടെ എന്താ പറഞ്ഞേക്കണേ? നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പേഷ്യന്റിന് എന്തു പറ്റി? പേഷ്യന്റിന് ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർക്ക് മനസ്സിലായി ഈ പേഷ്യന്റിന് ഒരു പ്രോബ്ലം ഉണ്ട്, അതിവിടെ ചികിത്സിക്കാൻ പറ്റില്ല, അതിനെത്രയും പെട്ടെന്ന് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെ വിചാരിച്ച് ഡോക്ടർ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോണ് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. സാധാരണ ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. ജനറൽ ഹോസ്പിറ്റലില് ഇപ്പൊ ക്യാൻസർ എക്സാമ്പിൾ, അവരൊരു ക്യാൻസർ സെന്റർ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇപ്പൊ ക്യാൻസർ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു ചികിത്സിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും ഹോസ്പിറ്റൽ ആ പേഷ്യന്റിനെ പരിശോധിച്ച് കുറച്ച് കഴിഞ്ഞ് ടെസ്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഡോക്ടർക്ക് മനസ്സിലായി ഈ പേഷ്യന്റിന് ക്യാൻസർ ആണ്. ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ ക്യാൻസറിന് ചികിത്സിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും ഇപ്പൊ കുറെ ഹോസ്പിറ്റലൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ഇതിന് ക്യാൻസറിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്യണ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഈ ഡോക്ടർമാർ ഇവിടുന്ന് ഇവരോട് പേഷ്യന്റിനോടും റിലേറ്റീവിനോടും സംസാരിക്കും. പേഷ്യന്റിനോട് ചിലപ്പോ സംസാരിക്കില്ല, പക്ഷെ റിലേറ്റീവിനോട് സംസാരിക്കും. നിങ്ങൾക്ക് അവർക്ക് ഇങ്ങനെയാണ് അസുഖം, അവരെത്രയും പെട്ടെന്ന് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. ക്യാൻസർ സെന്റർ ഹോസ്പിറ്റൽ അവിടെ എവിടെയെങ്കിലും ക്യാൻസർ സെന്റർ ഉണ്ടാവും, അവിടെ കൊണ്ടുപോകണം, അവിടെ ട്രീറ്റ്മെന്റ് നടത്തണം. ഇവിടെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെന്താ? സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടി നമ്മള് ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല, സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടി. അപ്പൊ അതെവിടെയായിരിക്കും? സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അങ്ങനെ നമ്മള് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യും. അതാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്താണ്? ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ. എന്താ ഇതിന്റെ പർപ്പസ്? എല്ലാത്തിനും ഒരു പർപ്പസേ ഉള്ളൂ. എന്താ? സ്പെഷ്യൽ കെയർ. എന്താ? സ്പെഷ്യൽ കെയർ. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ നമ്മുടെ കഴിഞ്ഞു. ഓക്കെ, അത് ആർക്കും ഒരു സംശയമൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്തത് എടുക്കാം. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ആ ട്രാൻസ്ഫറിന്റെ 2 ടൈപ്പ് ട്രാൻസ്ഫർ ഒന്ന് വായിച്ചു നോക്കിയേ. ടു ടൈപ്സ് ട്രാൻസ്ഫർ വായിച്ചു നോക്കിയേ. ഓക്കെ, കഴിഞ്ഞില്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്തത് എടുക്കാം. അടുത്തത് നമ്മൾ പറഞ്ഞു ഓക്കെ ട്രാൻസ്ഫർ വിത്ത് ദ ഫെസിലിറ്റി. ട്രാൻസ്ഫർ വിത്ത് ദ ഫെസിലിറ്റി. എന്താ ട്രാൻസ്ഫർ വിത്ത് ദ ഫെസിലിറ്റി? എന്താ പറഞ്ഞേ? ട്രാൻസ്ഫർ വിത്ത് ദ ഫെസിലിറ്റി നമ്മൾ പറഞ്ഞു സെയിം ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേ ഫെസിലിറ്റി ഉള്ള അതേ ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മളിങ്ങനെ വെറുതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. ഒരു പേഷ്യന്റിനെ നമ്മള്
അതേ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. A written declaration is required from the doctor. എന്താ പറഞ്ഞേക്കണേ? എന്താ പറഞ്ഞേ? ഒന്നാമതായിട്ട് പറഞ്ഞത് നമ്മൾ ചെക്ക് ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുന്നത് പേഷ്യന്റിനെ ഡോക്ടർ നമ്മളോട് പറഞ്ഞു, ഈ പേഷ്യന്റിനെ നിങ്ങൾ കൊണ്ടുപോയി അപ്പുറത്തെ വാർഡിലോട്ടാക്ക് അല്ലെങ്കിൽ ICUലോട്ടാക്ക് എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ദ ഡോക്ടറിന്റെ ഓർഡർ, ഈ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓർഡർ ഡോക്ടർ ചെക്ക് തന്നിട്ടുണ്ടോ? ഡോക്ടർ വെറുതെ വാക്കാ പറഞ്ഞാ പോരാ, അതിന്റെ എന്ത് വേണം? റിട്ടൺ ഡിക്ലറേഷൻ. റിട്ടൺ ഡിക്ലറേഷൻ വേണം. എന്താ വേണ്ടേ? ഡോക്ടറുടെ ഉത്തരവ് നമുക്ക് വേണം റിട്ടൺ ആയിട്ട്. എങ്ങനെ? രേഖാമൂലം. വെറുതെ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് രേഖാമൂലം വേണം പേഷ്യന്റിന്റെ എന്ത് കിട്ടാൻ? ഡോക്യുമെന്റേഷൻ കിട്ടാൻ. ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ. നമ്മള് ചെക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ അതേ ഫെസിലിറ്റിയിലോട്ടാണ് നമ്മൾ കൊണ്ടുപോണത്, എന്നാ പോലും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം എല്ലാ ഓർഡറും. പേഷ്യന്റിന്റെ ഡോക്ടറിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടോ? റിട്ടൺ ഡിക്ലറേഷൻ റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ എന്നുവെച്ചാല് നമ്മൾ കറക്റ്റ് എഴുതിയിട്ട് അതിന്റെ തെളിവ് വേണം. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള റിട്ടൺ ഡോക്യുമെന്റേഷൻ വേണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. ആൻസൈറ്റി എന്താ? ഇന്റിമേറ്റ് ദ പേഷ്യന്റ്. പേഷ്യന്റിനെ നമ്മളോട് ഭയങ്കര ഇന്റിമേറ്റ്. എങ്ങനെ? റിലേറ്റീവ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. നമ്മള് പേഷ്യന്റിനെ നമ്മൾ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന അസുഖമാണ്, അപ്പൊ ഈ ഡോക്ടർ അപ്പുറത്തിരിക്കണ്ട്, ഈ ഡോക്ടർ നോക്കിയിട്ട് കാര്യമില്ല, അപ്പുറത്തെ വാർഡിലിരിക്കുന്ന ഡോക്ടർ നോക്കണം, അപ്പൊ നമ്മൾക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോ തന്നെ പേഷ്യന്റ് എന്താ അവസ്ഥയിലായിരിക്കും? ആകെ ടെൻഷൻ അടിച്ച് പേഷ്യന്റ് ആൻസൈറ്റി കൊണ്ട് ഉൾക്കണ്ട പേഷ്യന്റിന് ടെൻഷൻ ആവും. എന്താ? ഇനി എന്തിനാണാവും ആ ഡോക്ടർ കാണാൻ പറഞ്ഞേ, എനിക്ക് എന്താണാവോ അസുഖം എന്ന് വിചാരിച്ചിട്ട് പേഷ്യന്റിന് എന്തായിരിക്കും? ഭയങ്കര ഉത്കണ്ഠായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ പേഷ്യന്റിനെ ഉത്കണ്ഠയിൽ നിന്ന് എന്താക്കണം? മുക്തിയാക്കണം. ആ പേഷ്യന്റിനെ വിഷമിക്കേണ്ട, ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുക്തമാക്കാനായിട്ട് പേഷ്യന്റ് നമുക്ക് പറ്റണം. അതാണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത് ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. ആൻസൈറ്റിയിൽ നിന്നും പേഷ്യന്റിനെ നമ്മൾ മുക്തമാക്കണം. എന്ന് വെച്ചാൽ പേഷ്യന്റിന് അങ്ങനെ ഇല്ല, ആൻസൈറ്റി ഇല്ലാത്ത രീതിയിൽ മാറ്റിയെടുക്കണം. റിലേറ്റീവ്സ് ആൻഡ് പേഷ്യന്റ് ഇന്റിമേറ്റ്. എന്നിട്ട് പേഷ്യന്റിനോട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ഇന്റിമേറ്റ് ചെയ്യണം. പേഷ്യന്റിനെ അറിയിക്കണം. പേഷ്യന്റിനോട് പറയണം, നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പൊ പോയി ഒരു അവിടെ ചെല്ലുമ്പോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പേഷ്യന്റിനെ ഇന്റിമേറ്റ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ എന്താ? ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. എന്താ? പേഷ്യന്റിനെ നമ്മൾ മാറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അത് നമ്മള് ആരറിയിക്കണം? വാർഡിലെ സിസ്റ്ററിനോട് പറയണം. ആരറിയിക്കണം? വാർഡിലെ സിസ്റ്ററിനോട് പറയണം. പേഷ്യന്റിനെ ഇന്ന് പേഷ്യന്റിനെ ഞങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യല്, പേഷ്യന്റ് ഇന്ന് അങ്ങോട്ട് പോകും എന്ന് നമ്മൾ വാർഡ് സിസ്റ്ററിനെ അറിയിക്കണം. വാർഡ് സിസ്റ്ററിനെ അറിയിക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ആ 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും. എല്ലാരും വായിച്ച 3 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്താ? ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ പോയിന്റ് ഓർഡർ ചെക്ക് ചെയ്യണം. ഡോക്ടർ ഓർഡർ ഇല്ലാണ്ട് നമുക്ക് പേഷ്യന്റിനെ മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് ആണ് എന്ത് ചെയ്യാം? നമ്മള് ആൻസൈറ്റി, പേഷ്യന്റിന് എന്തെങ്കിലും ആൻസൈറ്റി ഉൾക്കണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് മുക്താക്കി മാറ്റിയെടുക്കണം. പിന്നെ പേഷ്യന്റിന് എന്താ? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ ആരോട് പറയണം? വാർഡ് സിസ്റ്ററോട്. ആരോട് പറയണം? വാർഡ് സിസ്റ്ററോട് പറയണം. അതാണ് 3 കാര്യങ്ങൾ. നാലാമത്തെ കാര്യം എന്താ? ചെക്ക് ദ ചാർട്ട്.
check the chart for the complete recording of important signs, nursing care and treatment given. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ചാർട്ട് തയ്യാറാക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അപ്പൊ ആ ചാർട്ട് തയ്യാറാക്കുമ്പോ കംപ്ലീറ്റ് റെക്കോർഡിങ് എന്ന് വെച്ചാ എല്ലാ പേഷ്യന്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് സയൻസ് എന്ന് വെച്ചാൽ എന്തെല്ലാം മരുന്ന് കൊടുത്തിട്ടുണ്ടോ, പേഷ്യന്റിന് ഏത് അവസ്ഥയിലാണ് ബുദ്ധിമുട്ട് കൂടിയത്, പേഷ്യന്റ് ഇപ്പൊ എങ്ങനെയാണോ എന്നുള്ള ഫുൾ ഡീറ്റെയിൽ അടങ്ങിയതും, പിന്നെന്താ നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ. നഴ്സിംഗ്മാര് കൊടുക്കണ കെയർ, നഴ്സ് എന്ത് കെയർ ആണോ കൊടുത്തത് അതും പിന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തതും, നഴ്സുമാര് കൊടുത്ത കെയറും പിന്നെ ട്രീറ്റ്മെന്റും, അത് രണ്ടും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത പോരാ, ചാർട്ട് ഉണ്ടാക്കണം. ചെക്ക് ചെയ്ത് ചാർട്ട് ഉണ്ടാക്കണം. ഓക്കെ, ഒന്നുകൂടി പറയാം. ചെക്ക് ദ ചാർട്ട്, നമ്മൾ ചാർട്ട് ഉണ്ടാക്കണം. എന്തിനാ? കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ്. കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ്. പിന്നെ നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ. നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ. മനസ്സിലായ? 4 വരെയും മനസ്സിലായോ? നോക്കിയേ, ആ 4 പോയിന്റ് മനസ്സിലായ? രണ്ടാമത്തെ പോയിന്റ് ഒന്നും കൂടെ പറയാമോ മാം? ഓക്കെ, രണ്ടാമത്തെ വേറെ ആർക്കെങ്കിലും? നാലാമത്തെ പോയിന്റ്. ഓക്കെ, വേറെ ആർക്കില്ലല്ല? ബാക്കി ആർക്കില്ലല്ല? ഇല്ല. അപ്പൊ നമ്മള് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഇന്റിമേറ്റ് ദ പേഷ്യൻസ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. ആൻസൈറ്റി നമുക്ക് പേഷ്യന്റിന് ഉത്കണ്ഠ ഉണ്ടാവും. ഇനി എന്നെ എന്തിനാണ് അവ കൊണ്ടുപോണേ, എന്ത് പറയും ആ ഡോക്ടർ, ഇനി ടെസ്റ്റ് ചെയ്യോ, എനിക്ക് എന്താ അസുഖം എന്നുള്ള ആൻസൈറ്റി ആർക്കുണ്ടാവും? പേഷ്യന്റിന് ഉണ്ടാവും. ആ സമയത്ത് ഇന്റിമേറ്റ് പേഷ്യന്റ് ആയിട്ടും അവരുടെ ബന്ധക്കാര് റിലേറ്റീവ്സ് ആയിട്ടും നമ്മൾ എന്താ ചെയ്യണം? അവരെ ഉത്കണ്ഠൊക്കെ മാറ്റി അവരോട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കൊടുക്കാൻ, നല്ല സ്മൂത്ത് ആയിട്ട് അവരെ ഉത്കണ്ഠ മാറ്റാ, പേടി മാറ്റാ. പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ്. ടു റിലീസ് ദ പേഷ്യന്റ് ആൻസൈറ്റി. നമ്മൾ പേഷ്യന്റിനെ എപ്പോഴും എന്ത് ചെയ്യണം? അവരെ വിഷമങ്ങൾ റിലീസ് ചെയ്ത് കളയണം. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? 2 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേ? ഓർഡർ ഉണ്ടോന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഡോക്ടർ ഓർഡർ ചെക്ക് ചെയ്യാം. രണ്ടാമത് അവരായിട്ട് ഒരു ഫ്രീ കോണ്ടാക്ട് ഉണ്ടാക്കാം. അതെന്തിനാ? ആൻസൈറ്റി കുറയ്ക്കാൻ. അവർക്കൊരു ഉത്കണ്ഠ, ഒരു പേടി, വിഷമം ഉണ്ടാവും. അത് കുറക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇന്റിമേറ്റ് ദ പേഷ്യന്റ്. ഭയങ്കര കൂട്ടായിരിക്കും ഇന്റിമേറ്റ് ആയിട്ട് പേഷ്യന്റും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവും. എന്തിനാ? ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. അവരെ ഉത്കണ്ഠ മുക്തനാക്കും. ഉത്കണ്ഠയിൽ നിന്ന് മുക്തനാക്കാൻ, അല്ലെങ്കിൽ അവരെ ആ ഒരു ആൻസൈറ്റി ഇല്ലേ, പേടി പോലെ, അതില്ലാതാക്കാൻ. അതാണ് ഫ്രീ ഫ്രം ആൻസൈറ്റി. മൂന്നാമത്തെ എന്താ? ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. നമ്മൾ പറഞ്ഞു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്താൽ പേഷ്യന്റിന്റെ എന്തുണ്ടായിരിക്കണം? പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ വാർഡ് സിസ്റ്ററിനോട് നമ്മൾ അറിയിക്കണം. വാർഡ് സിസ്റ്ററോട് പറയാം, പേഷ്യന്റിന് ഇത്രയും ഇങ്ങനെ പോണ സിസ്റ്റർ പേഷ്യന്റിന് യൂറിനറി വെച്ചിട്ടുണ്ടാവും, ട്യൂബൊക്കെ ഇട്ടിട്ട് മൂത്രം പോകാനായിട്ട്. അപ്പൊ പറയണം, ഇന്ന് രാവിലെ ഇത്രയും അളവുണ്ടായിരുന്നു മൂത്രം, ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ അളവ് എത്ര ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മനീഷ, ചാക്കോ എന്തെങ്കിലും പറയാനുണ്ടോ? മനീഷ ഇല്ല. ഓക്കെ, സൗണ്ട് ഇരുന്നോ?
വേണ്ട. അപ്പൊ എന്താ പറഞ്ഞ ഇന്റിമേറ്റ്, രണ്ടുപേരോട് ഇന്റിമേറ്റ് ഉണ്ട്. ഒരെണ്ണം ഫ്രം ആക്സൈറ്റി, ഫ്രീ ഫ്രം ആക്സൈറ്റി, ഒരെണ്ണം ഫ്രീ ഫ്രം ആക്സൈറ്റി. രണ്ടാമത്തെ എന്താ ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്ററിനെ അറിയിക്കുക. പേഷ്യന്റ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് വാർഡ് സിസ്റ്ററിനെ അറിയിക്കണം. മൂന്നാമത്തെ എന്താ ചെക്ക് ദ വാർഡ്, ചെക്ക് ദ ചാർട്ട് ഓഫ് ഫോർ ദ കോംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ് നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ. ചെക്ക് ദ ചാർട്ട്, നമ്മൾ ചാർട്ടിൽ എടുക്കാം. നമ്മൾ ചാർട്ട് എടുത്തിട്ട് ചെക്ക് ചെയ്യാം പേഷ്യന്റിന്റെ എല്ലാ കാര്യവും റെഡി ആയിട്ടുണ്ടോ. കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഇമ്പോർട്ടൻറ്റ് സയൻസ് നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞു, നമ്മള് ക്ലാസ്സിൽ പറഞ്ഞു പേഷ്യന്റിന്റെ സയൻസ്, പേഷ്യന്റിന് ഏതെല്ലാം മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നാ, കണ്ടീഷൻ എന്തെന്നാ, അങ്ങനത്തെ ഫുൾ സയൻസ് കാര്യങ്ങള്. അതാണ് പേഷ്യന്റിന്റെ സയൻസ് കാര്യങ്ങളാണ് കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ്. കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ്. പിന്നെ നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ, നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ എന്ന് വെച്ചാൽ എന്താ, രോഗിയുടെ പ്രത്യേകമായിട്ട് രോഗിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങള് കംപ്ലീറ്റ് റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. നഴ്സിംഗ് കെയറും ട്രീറ്റ്മെന്റ് റെക്കോർഡും. ട്രീറ്റ്മെന്റ് ഗിവൺ, നഴ്സിംഗും ട്രീറ്റ്മെന്റും എല്ലാ ഡീറ്റെയിലും എന്തിലുണ്ടായിരിക്കണം. പേഷ്യൻസ് ഫുൾ റെക്കോർഡ്സ് ബിൽ ചെക്ക്ഡ്, പേഷ്യൻസ് ഫുൾ റെക്കോർഡ് ചെക്ക്ഡ്. അതെനിക്ക് മനസ്സിലായില്ല, എന്താണ് അവൾ പറഞ്ഞത്. മെസ്സേജ് എടുത്ത് നോക്കാൻ ചാർട്ടില് ചെക്ക് ദ ചാർട്ട്, നമ്മൾ ചാർട്ട് ചെക്ക് ചെയ്യണം. അതല്ലേ ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്, ഞാനൊന്ന് സംസാരിച്ചു, ഒന്ന് പറഞ്ഞു. എന്താ ചോദിച്ചത്? അല്ല മാം, അത് ഞാൻ ഇങ്ങനെ ചെയ്തത് ടൈപ്പ് ചെയ്തത് മാറിപ്പോയതാ. ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ ചെക്ക് ദ ചാർട്ട്, നമ്മൾ ചെക്ക് ചെയ്യണം ചാർട്ട്. കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് പേഷ്യന്റ് സയൻസ്, ആ പേഷ്യൻസിന്റെ ഫുൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ, പേഷ്യൻസിന്റെ ഫുൾ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ. എന്നിട്ടോ ഇമ്പോർട്ടൻറ്റ് സയൻസ്, അതിനെന്ത് കൊടുക്കണം, പ്രധാനപ്പെട്ട സയൻസും പിന്നെ നഴ്സിംഗ് കെയർ, നല്ല നഴ്സിംഗ് കെയറും ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ. എന്താ ട്രീറ്റ്മെന്റ്, പേഷ്യന്റിന് എന്ത് ട്രീറ്റ്മെന്റ് ഒക്കെയാണോ കൊടുത്തേക്കണേ അതും നമ്മള് നോക്കണം. അതാണ് 5ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ് എന്താ, ഗാദർ ദ പേഷ്യൻസ് എക്സ്റേ മെഡിസിൻ ആൻഡ് അതർ ബിലോങ്സ്. എന്താ പറഞ്ഞേ, പേഷ്യൻസിനെ നമ്മള് എങ്ങടാ കൊണ്ടുപോണേ, അപ്പുറത്തെ ഹോസ്പിറ്റലിലോട്ട്, അതേ ഫെസിലിറ്റീസ് ഉള്ള അപ്പുറത്തെ ഹോസ്പിറ്റലിലോട്ടാണ് നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോണേ. അങ്ങനെ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോ എന്തുണ്ടാവും പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോ പേഷ്യന്റിന് ഒരു പ്രധാനപ്പെട്ട അടയാളങ്ങൾ നഴ്സിംഗ് ഹോമിൽ നിന്ന് ട്രിപ്പ് കിട്ടി. പ്രധാനപ്പെട്ട പേഷ്യന്റിന് ഒരു പ്രധാനപ്പെട്ട എന്താ, ഒരു മിനിറ്റ്, ഓക്കെ സോറി. ഓക്കെ 5th പോയിന്റ് പറയാം. ഓക്കെ ഒന്നുകൂടി പറയാം. ഏതാ നമ്മൾ പറഞ്ഞത്, ചെക്ക് ദ ഡോക്ടർ. നമ്മൾ ആദ്യം പറഞ്ഞത് ഡോക്ടറുടെ ഓർഡർ തയ്യാറാക്കാൻ, അത് വേണം, അതില്ലാണ്ട് നമുക്ക് പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. പിന്നെ പറഞ്ഞത് പേഷ്യൻസിന്റെ
റിലേറ്റീവ്സിനും പേഷ്യൻസിനും നമ്മൾ എന്ത് കൊടുക്കണം? ഫ്രീ ഫ്രം ആൻസൈറ്റിയിൽ നിന്ന് അവരെന്തെങ്കിലും ഇത് അറിഞ്ഞിട്ട് പേടിച്ച് ഇങ്ങനെ എന്തുണ്ടാവും, എനിക്ക് ആ ഡോക്ടറെ അടുത്ത് ചെന്ന് എന്തുണ്ടാവും എന്നുള്ള ഒരു ആൻസൈറ്റിയിലായിരിക്കും. അത് നമ്മൾ ഫ്രീ ആക്കി കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട എന്ന് പേഷ്യൻസിനോടും റിലേറ്റീവ്സിനോടും നമ്മൾ ചെന്ന് പറഞ്ഞ് അത് റെഡിയാക്കാം. പിന്നെ നമ്മൾ മൂന്നാമത്തെ പറഞ്ഞത് എന്താ? പേഷ്യന്റ് പോവേണ് വാർഡ്, അത് നമ്മൾ ആരറിയിക്കണം? പേഷ്യന്റ് ട്രാൻസ്ഫർ ആയി എന്നുള്ളത് ആരറിയിക്കണം? വാർഡ് സിസ്റ്റർ അറിയിക്കണം. പേഷ്യന്റ് ട്രാൻസ്ഫർ ആയി എന്നുള്ളത് ആരറിയിക്കണം? വാർഡ് സിസ്റ്റർ അറിയിക്കണം. ആ മൂന്നെണ്ണം കറക്റ്റ് ആയിട്ട് മനസ്സിലായ? യെസ് മാം. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്താ? ചെക്ക് ദ ചാർട്ട്. നമ്മൾ ചാർട്ട് ചെക്ക് ചെയ്യാം. ചെക്ക് ദ ചാർട്ട്. എങ്ങനെ ചാർട്ട് ചെക്ക് ചെയ്യണം? ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സൈൻ നഴ്സിംഗ് കെയർ ട്രീറ്റ്മെന്റ്. ചാർട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ പേഷ്യൻസിന്റെ സൈൻസ്, ഇമ്പോർട്ടന്റ് സൈനും നഴ്സിംഗ് കെയറും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ അത് ചെക്ക് ചെയ്യണം. അതാണ് നാലാമത്തെ പോയിന്റ്. ഓക്കെ. കംപ്ലീറ്റ് റെക്കോർഡ് ഫുള്ളായിട്ടും അതിൽ ഇമ്പോർട്ടന്റ് ആയ സൈൻസ്. ഇമ്പോർട്ടൻസ് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ചില പേഷ്യന്റിന് സ്പെഷ്യലൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോ ആ പേഷ്യന്റിന് എന്തെന്നാ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യന്റിന് ഇപ്പൊ ബ്ലഡ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങള്, പിന്നെ അതിന്റെ പ്രഷർ കാര്യങ്ങൾ, പ്രഷർ നോക്കണതൊക്കെ അവർ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്ത് ഓരോന്നിലും എഴുതി വെച്ചിട്ടുണ്ടാവും. റെക്കോർഡ്സ് അവരുടെ ചാർട്ടിലുണ്ടാവും. ഇന്ന സമയത്ത് പ്രഷർ ഇത്ര ഉണ്ടായി, പിന്നെ ഇത്ര ഉണ്ടായി. പ്രഷർ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന്റെ കറക്റ്റ് പ്രഷർ ഓരോ 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് വന്ന് പ്രഷർ നോക്കി അവർ ചെക്ക് ചെയ്തിടും. അത് പ്രഷർ ഉള്ളതാണെങ്കിൽ. സാധാരണ ആണെങ്കിൽ കറക്റ്റ് TPR നോക്കുള്ളൂ. അത് കറക്റ്റ് നമ്മൾ നോക്കും. ടെമ്പറേച്ചർ, റെസ്പിറേഷൻ, അങ്ങനെ പൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കും. അതൊക്കെ എഴുതി ഇമ്പോർട്ടൻസ് ആയിട്ട് ആ പേഷ്യൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് സൈൻ ചെയ്തിട്ടുള്ളതൊക്കെ അങ്ങനത്തെ സയൻസ് എന്നാണ് പറയണത്. അത് നമ്മൾ അതുള്ള ഇതും. പിന്നെ നഴ്സുമാരെ കെയർ, നഴ്സുമാർ എങ്ങനെയാണ് കെയർ ചെയ്തേക്കണ പേഷ്യന്റിനെ, നല്ലോണം കെയർ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ട്രീറ്റ്മെന്റ്, എന്തെല്ലാം മരുന്ന് കൊടുത്തിട്ടുണ്ട്, എന്തെല്ലാം ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ചാർട്ടിൽ ഉണ്ടാവണം. അത് ചെക്ക് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. നാലാമത്തെ അത്രേ ഉള്ളൂ. അഞ്ചാമത്തെ എന്താ പറഞ്ഞേ? ഗ്യാദർ ദ പേഷ്യന്റ്. നാലാമത്തെ എനിക്ക് കഴിഞ്ഞില്ലേ? നാലാമത്തെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഇല്ല മാം. ഇല്ല. ഇനി അഞ്ചാമത്തെ ഒന്നുമില്ല. ഗ്യാദർ ദ പേഷ്യൻസ്, എക്സ്റേ, മെഡിസിൻസ് ആൻഡ് അതർ ബിലോങ്സ്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ശേഖരിച്ചു വെക്കാം. എല്ലാ സാധനങ്ങളും എടുത്ത് ഒരുമിച്ച് കൂട്ടി വെക്കാം. എന്തൊക്കെ ആക്കണം? പേഷ്യൻസിന്റെ എക്സ്റേ, നമ്മൾ ട്രാൻസ്ഫർ ആവേണ പേഷ്യന്റ് പോവുകയാണ്, ട്രാൻസ്ഫർ ആയിട്ട് വേറെ ഇതിലേക്ക് പോവുകയാണ്. അപ്പൊ പേഷ്യന്റിന്റെ എക്സ്റേ ഉണ്ടായിരിക്കണം, മെഡിസിൻ ഉണ്ടാവണം, അതർ ബിലോങ്സ് അവരുടെ വസ്തുക്കള്, അവരുടെ പേഷ്യൻസിന്റെ വസ്തുക്കൾ എന്തൊക്കെ ഉണ്ടാവും? ചിലപ്പോ ഗോൾഡ് ഉണ്ടാവും, പേഷ്യൻസിന്റെ കയ്യിൽ വേറെ കാശുകൾ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതെല്ലാരും ഒരുമിച്ചെടുത്ത് ശേഖരിച്ച് വെക്കാം. ഓക്കെ. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? പേഷ്യൻസിന്റെ എക്സ്റേ, മെഡിസിൻ, അതർ ബിലോങ്സ്, ഇതൊക്കെ എടുത്ത് ഗ്യാദർ ചെയ്യുക. ഗ്യാദർ എന്ന് വെച്ചാൽ ശേഖരിക്കുക. പേഷ്യൻസിന്റെ എക്സ്റേ, മെഡിസിൻ ആൻഡ് അതർ ബിലോങ്സ്. പിന്നെന്താ? പിന്നെ പറഞ്ഞേക്കുന്നത് കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ നൈറ്റ് ഓർ ട്രാൻസ്ഫർ ടു ദ ന്യൂ വാർഡ് ദ പേഷ്യൻസ് ഈസ് ഗോയിങ്. എന്താ പറഞ്ഞേ? അതെന്താ പറഞ്ഞേ? ഈ പേഷ്യൻസിന്, ഹോസ്പിറ്റലിൽ ചെയ്യിക്കണ പേഷ്യൻസിന് ഡയറ്റ് ആയിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുന്നത് ഡയറ്റ് ഉണ്ടാവും. അപ്പൊ ഡയറ്റ് എന്ന് വെച്ചാലായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഇന്ന ഭക്ഷണം കഴിക്കുള്ളൂ, ഇത് ഇത്രയും കഴിക്കാൻ പാടുള്ളൂ, ഇതേ ഭക്ഷണം ഇങ്ങനെയാണ് കഴിക്കണ്ടേ, ഈ നേരത്തെ ഇത് കഴിക്കണം എന്നുള്ള കറക്റ്റ് റുട്ടീനായ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡയറ്റ് ഉള്ള പേഷ്യന്റ് ആണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രോഗി പോകുന്ന വാർഡിലോട്ട് നമ്മൾ എന്തെങ്കിലും ആ പേഷ്യന്റ് പോണ വാർഡിലോട്ട് നമ്മൾ അത് കറക്റ്റ് കൊണ്ടുപോകണം. കൊണ്ടുപോയി അവരോട് പറഞ്ഞു ഓക്കെ. ഇതെന്താ പറഞ്ഞേ? കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ്. അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കോൾ ഓഫ്
ദ ഹോസ്പിറ്റൽ ഡയറ്റ്, ഇങ്ങനെ ഡയറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇത് കഴിക്കാൻ പാടില്ല, അവിടെ പോയാൽ ഇങ്ങനെ ചെയ്യണം, അവിടെ പോയി അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഡയറ്റ് ആയിട്ട് കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആ കാര്യങ്ങള് പുതിയ വാർഡിലോട്ട് പേഷ്യൻസ് പോകുമ്പോൾ അവിടക്ക് അവരോട് അത് പറഞ്ഞു കൊടുക്കണം, ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യണ പുതിയ പേഷ്യന്റ് ന്യൂ വാർഡിലോട്ട് പേഷ്യന്റ് ഈസ് ഗോയിങ്, പേഷ്യന്റ് പോവുകയാണ്. അപ്പൊ പുതിയ വാർഡിലോട്ട് പേഷ്യന്റ് പോയാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അതാണ് പറഞ്ഞത്. എന്താ, ഹോസ്പിറ്റലിൽ ഡയറ്റ് ഉണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രോഗി പോകുന്ന പുതിയ വാർഡിലോട്ട് നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് കൊണ്ടുപോകണം. അതാണ് പറഞ്ഞത്. ഒരു പോയിന്റ് നമുക്ക് ലാസ്റ്റത്തെ സമയമില്ല, 2 പോയിന്റും കൂടി പറഞ്ഞ് നിർത്താം. എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗ്യാദർ അതർ ബിലോങ്സ്. എന്താ പറഞ്ഞ എയ്ഡ് ദ മറ്റ് സാധനങ്ങള് ബന്ധുക്കളെ എന്ന് വെച്ചാൽ എന്താന്ന് അറിയോ? നമ്മൾ റിലേറ്റീവ് അതർ ബിലോങ്സ് ഗ്യാദർ നമ്മൾ പറഞ്ഞു. പേഷ്യന്റിന്റെ കൂടെ പേഷ്യന്റ് പോകുമ്പോൾ പേഷ്യന്റിന്റെ എക്സ്റേ, പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതർ ബിലോങ്സ്, അതൊക്കെ നമ്മൾ ശേഖരിച്ച് കറക്റ്റ് വെക്കണം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. റിലേറ്റീവ്സ് ടു ഗ്യാദർ അതർ ബിലോങ്സ്, നമ്മൾക്ക് ബിലോങ്സ് പേഷ്യൻസിന്റെ വിലപിടിപ്പുള്ള ഗോൾഡ്, കാശ്, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. അതെല്ലാരും നമ്മൾ എന്ത് ചെയ്യണം? ബന്ധുക്കളെ സഹായിക്കണം. നമ്മൾ അടുത്തെടുത്ത് അവരെ ഒരുമിച്ച് അവരെ കൂടെ അത് കൊണ്ടുവയ്ക്കാനും അവരെ കൂടെ എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? അവരെ എയ്ഡ് ചെയ്യുക, അവരെ സഹായിക്കുക. എയ്ഡ് ദ റിലേറ്റീവിനെ സഹായിക്കുക. ടു ഗ്യാദർ അതർ ബിലോങ്സ്, അവരുടെ കൂടത്തില് വിലപിടിപ്പുള്ളത് അവരെ സാധനങ്ങൾ, അവരുടെ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എടുത്തു വെക്കാനായിട്ട് റിലേറ്റീവ്സിനെ സഹായിക്കണം. അതാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഓൾ ഓഫ് ദ ഹോസ്പിറ്റൽ എന്താ? പുതിയ വാർഡിലോട്ട് പേഷ്യന്റിനെ ചെയ്യാണ്. അപ്പൊ ഡയറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയണം. ഡയറ്റ് സംബന്ധമായത് എന്താ? ഡയറ്റ് DIET ഡയറ്റ് സംബന്ധമായ കാര്യങ്ങള് നമ്മൾ പറയാം. പിന്നെ റിലേറ്റീവ് ടു ഗ്യാദർ അതർ ബിലോങ്സ്, പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ നമ്മള് അവരുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട്. ഇപ്പൊ ഗോൾഡ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമല്ല, പേഷ്യൻസിന്റെ കൂടെ നമ്മള് ഒരു പേഷ്യൻസിന്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉള്ളൂ. അവർ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് കുത്തി ഇത് വെച്ച് അതൊക്കെ വെച്ച് ഭയങ്കര ഇതിൽ നിൽക്കുക. അപ്പൊ അവർക്ക് ഒന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യാം, ഒന്ന് പിടിച്ചൊക്കെ കൊടുക്കുക, അവരെ കൂടെ നിൽക്കുക. അവര് ട്രാൻസ്ഫർ ചെയ്ത് പോയിട്ടില്ല, പോണ വരെ നമ്മൾ അവരെ കൂടെ ഉണ്ടാവണം. ആ പേഷ്യൻസ് ട്രാൻസ്ഫർ ചെയ്ത് പോണ വരെ നമ്മൾ പേഷ്യൻസിന്റെ കൂടെ അവരെ ബാഗിലൊക്കെ ആക്കി അവരതൊക്കെ ഒന്ന് പിടിച്ച് താഴ്ത്തെത്തണ വരെ നമ്മൾ അവരെ കൂടെ തന്നെ നിൽക്കാം. അതാണ് പറഞ്ഞത്, അവരൊന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ? മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് അനദർ ഹോസ്പിറ്റൽ. ഇവര് വേറെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിലോ ഈ ഹോസ്പിറ്റലിൽ അതുവരെയുള്ള എല്ലാ ബില്ലും കറക്റ്റ് അടച്ചേക്കണം, ടു പേ ചെയ്യിപ്പിക്കണം. അവര് ബില്ലടക്കാണ്ട് പോയാൽ നമുക്കായിരിക്കും നഷ്ടം. പക്ഷെ അപ്പൊ അവര് പോണതിന് മുമ്പ് ബില്ലിന്റെ കാര്യങ്ങളെല്ലാരും കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് ടു അനദർ ഹോസ്പിറ്റൽ. വേറെ ഹോസ്പിറ്റലിൽ പോണതിന് മുമ്പ് നമ്മള് ബില്ലുകളൊക്കെ കറക്റ്റ് ചെയ്ത് ഡ്യൂ ബിൽസ് ഒക്കെ കറക്റ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അതാണ് പറഞ്ഞത്. അത് കിട്ടിയില്ലേ? ഒരെണ്ണം കൂടി നമുക്ക് പറഞ്ഞു നിർത്താം. ഇനി എളുപ്പമുള്ളത് പറയാം. ഓക്കെ, റെക്കോർഡ് ടൈം. പിന്നെ നമ്മൾ ഇത് പറഞ്ഞു, റെക്കോർഡ് ടൈം നമ്മൾ പേഷ്യന്റിനൊക്കെ ആക്കി. അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് പേഷ്യന്റിന്റെ നമ്മള് മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റ് പല കണ്ടീഷനിലായിരിക്കും പോണത്. ചിലപ്പോ എയർ ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു റോഡ് ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും ലാൻഡ് ട്രാൻസ്പോർട്ടും. പേഷ്യന്റ് എങ്ങനെ പോണേന്ന് നമുക്കറിയില്ല. അപ്പൊ പല ഇതിലായിരിക്കും പേഷ്യന്റ് പോണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പേഷ്യന്റ് അങ്ങനെ പോണത് നമ്മൾ എന്ത് ചെയ്യും? രോഗിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മേക്ക് റെക്കോർഡ് ടൈം. നമ്മൾ പേഷ്യന്റിനെ പോണതിന് ആ സമയം, പേഷ്യന്റ് എപ്പോഴാ പോണത് ഹോസ്പിറ്റലിൽ നിന്ന്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പേഷ്യന്റിനെ കൊണ്ട് ബില്ലടപ്പിച്ചു, എല്ലാ ബില്ലും അടപ്പിച്ചു. പേഷ്യന്റ് വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആവാൻ റെഡി ആയിട്ടിരിക്കേ. അപ്പൊ നമ്മൾ ആ പോണ ടൈം റെക്കോർഡ് ചെയ്യണം. പേഷ്യന്റ് പോണ ടൈം റെക്കോർഡ് ടൈം, അത് ടൈം റെക്കോർഡ് ചെയ്യണം. മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റ് എങ്ങനെ പോണത് അത് നമ്മൾ അറിയണം. ലാൻഡിനാണോ, എയർ ആണോ, വാട്ടറിലാണോ, എങ്ങനെ പോണത്
അത് നമ്മൾ അന്വേഷിക്കുക. പിന്നെന്താ, ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. എന്താ ആ പേഷ്യന്റിന്റെ ആ സമയത്തെ കണ്ടീഷൻസ് എങ്ങനെയാണ്, പേഷ്യന്റ് പോകുമ്പോ കണ്ടീഷൻ എന്താ, അതടക്കം കറക്റ്റ് നമ്മള് റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം, ടൈം, പേഷ്യന്റിന്റെ ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ, പിന്നെ ഏതാ ലാസ്റ്റ് പോയിന്റ് ആണ് പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ. ആ പേഷ്യന്റിന്റെ അവസ്ഥ, ആ സമയത്തുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എത്ര കാര്യം പഠിച്ചു, ഒന്ന്. അത്രയും അവിടം വരെ നമ്മൾ അടുത്ത ക്ലാസ് തുടങ്ങി ബാക്കി പഠിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് ട്രാൻസ്ഫർ വിത്ത് ദ ഫെസിലിറ്റി. നമ്മൾ എങ്ങനെ ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലോട്ട് സൗകര്യത്തിന് കൈമാറും, പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ സൗകര്യം അനുസരിച്ച് പേഷ്യന്റിനെ ഏത് സൗകര്യത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ആദ്യം ഡോക്ടേഴ്സിന്റെ ഓർഡർ വേണം. അതെന്തിനാ, എങ്ങനെയാണ് ഓർഡർ വേണ്ടത്, വാക്കാലെ വേണം, ഓറലി വേണം. പിന്നെന്താ, ഇന്റിമേറ്റ്, പേഷ്യൻസിന്റെ അവരുടെ റിലേറ്റീവ് ആയിട്ട് നല്ലൊരു ഇന്റിമേറ്റ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ, ഫ്രീ ഫ്രം ആൻസൈറ്റി, അവരുടെ ഉത്കണ്ഠ ഇല്ലാതാക്കാൻ, ഫ്രീ ഫ്രം ആൻസൈറ്റി. പിന്നെന്താ, എല്ലാ കാര്യവും പോണത് വാർഡ് സിസ്റ്ററിനെ അറിയിക്കണം. പിന്നെന്താ, ചെക്ക് ദ ചാർട്ട്, നമ്മൾ ചാർട്ട് ചെക്ക് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും അതിൽ എഴുതിയിട്ടുണ്ടോ, ഇമ്പോർട്ടൻസ് സയൻസ് ഉണ്ടോ, നഴ്സിംഗ് കെയർ ഉണ്ടോ, ട്രീറ്റ്മെന്റ് കൊടുത്തത് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മള് ചെക്ക് ചെയ്യാം. പിന്നെ പേഷ്യൻസിന്റെ എക്സ്റേ, മരുന്നുകള്, അതർ ബിലോങ്സ് എല്ലാരും ശേഖരിച്ചു വെക്കാം. പിന്നെന്താ, ഹോസ്പിറ്റൽ ഡയറ്റ്, പേഷ്യന്റിന്റെ ഭക്ഷണ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാരും ട്രാൻസ്ഫർ ചെയ്യണ പുതിയ വാർഡിലോട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് നമ്മൾ അതുപോലെ പറഞ്ഞു കൊടുക്കണം. പിന്നെന്താ, എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗാദർ അതർ ബിലോങ്സ്, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ എല്ലാ കാര്യങ്ങളും വസ്തുക്കളൊക്കെ എടുത്തു വെക്കാനായിട്ട് നമ്മള് എയ്ഡ് ചെയ്യുക, സഹായിക്കുക. പിന്നെ മേക്ക് അറേഞ്ച്മെന്റ് ബിൽസ്, എല്ലാ ബില്ലും അതുവരെയുള്ള ഹോസ്പിറ്റലിന്റെ ഫുൾ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് അടപ്പിക്കാൻ ശ്രദ്ധിക്കുക, അടപ്പിച്ചിട്ട് വേണം വിടാൻ. പിന്നെന്താ, റെക്കോർഡ് ടൈം, നമ്മൾ ഈ പേഷ്യന്റ് പോകുന്ന സമയത്ത് പേഷ്യന്റിന്റെ ടൈം, പിന്നെന്താ ഏത് വണ്ടിക്കാണോ പോണത്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെന്താ പേഷ്യൻസിന്റെ ജനറൽ കണ്ടീഷൻ, അതൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഓക്കെ, മതിയില്ലേ നമുക്ക്, ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഇഷ്ടായ നിങ്ങൾക്ക് ക്ലാസ്? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടായ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ബാക്കി പറയും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താ ഉള്ള, ഈ വീക്കിലില്ലാന്നോ, ഇനി നമുക്ക് അടുത്ത മൺഡേ ഉണ്ടാകും. നമുക്ക് ഇനി മൺഡേ ഉണ്ട്, മൺഡേ ഇല്ലല്ല, മൺഡേ ഇല്ല, ട്യൂസ്ഡേ ഉള്ളൂ. ട്യൂസ്ഡേ 11:30. നോട്ട് തരുമോ? നോട്ട് തരാട്ടാ നമുക്ക്. നിങ്ങൾ ഇതിലൊന്നും പഠിക്കേണ്ട, ഇത് വായിച്ചാൽ മതി. ഉള്ളിൽ വന്നത് മാത്രം ഇത് പറ്റും. നോട്ടൊക്കെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ തരും, നോട്ട് തരും. ഇത് കഴിയട്ടെ, നമുക്ക് നോട്ട് തരാം. ഓക്കെ, എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ.